ഹേ എഴുതിയ യു ക്യാൻ ഹീൽ യുവർ ലൈഫ്. മനുഷ്യജീവിതം വേദനകളാലും പരാജയങ്ങളാലും അസുഖങ്ങളാലും നിറഞ്ഞ ഒരു യാത്രയായി പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് ചിലർ ആവർത്തിച്ച് കഷ്ടതകൾ അനുഭവിക്കുന്നത്, മറ്റു ചിലർ സമാധാനത്തോടെ മുന്നോട്ടു പോകുന്നത് എന്ന ചോദ്യമാണ് യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന പുസ്തകം നമ്മോട് നേരിട്ട് ചോദിക്കുന്നത്. ലൂയിസ് ഹേ ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത് ഒരു അത്ഭുത ചികിത്സയല്ല, മറിച്ച് നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും ജീവിതാനുഭവങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടു കിടക്കുന്നു എന്ന ബോധ്യമാണ്. സ്വയം കുറ്റപ്പെടുത്തലും ഭയവും വിട്ട് സ്വയം സ്നേഹത്തിലേക്കും അംഗീകാരത്തിലേക്കും നമ്മെ നയിക്കുന്ന ഒരു ആത്മീയ മാനസിക യാത്രയാണ് ഈ പുസ്തകം. രോഗവും വേദനയും ശിക്ഷകളല്ല, സന്ദേശങ്ങളാണെന്ന ആശയം വായനക്കാരനെ തൻ്റെ ജീവിതത്തെ പുതുമയോടെ നോക്കാൻ പ്രേരിപ്പിക്കുന്നു. മാറ്റം സാധ്യമാണെന്നും സൗഖ്യം പുറത്തുനിന്നല്ല ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്നും ഉറപ്പു നൽകുന്ന ഈ കൃതി ജീവിതത്തെ പുനർനിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും സ്നേഹപൂർവമായ ഒരു വഴികാട്ടിയാണ്. ചിന്തകളുടെയും വിശ്വാസങ്ങളുടെയും അടിത്തറ. വിധി എഴുതാനോ ശരിതെറ്റ് പഠിപ്പിക്കാനോ അല്ല ഇവിടെ ശ്രമിക്കുന്നത്. ഇത് സ്വയം കണ്ടെത്തലിൻ്റെ ഒരു യാത്രയാണ്. വായിക്കുമ്പോൾ ചില ആശയങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം, ചില വാചകങ്ങൾ എതിർപ്പുണർത്താം. എന്നാൽ അതിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുന്നില്ല, മറിച്ച് ആ എതിർപ്പുകളെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. കാരണം ഏറ്റവും കൂടുതൽ പ്രതിരോധം ഉണ്ടാകുന്നിടത്താണ് നമുക്ക് മാറ്റം ആവശ്യമുള്ള ഭാഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ക്ഷമയോടെ സമീപിക്കണമെന്ന ആവശ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. ഒരുപാട് വർഷങ്ങളായി മനസ്സിൽ വേരൂന്നിയ ചിന്തകളും വിശ്വാസങ്ങളും ഒരൊറ്റ വായനയിൽ മാറില്ല. അതിന് സമയം വേണം. ഈ പുസ്തകം വേഗത്തിൽ വായിച്ചു തീർക്കേണ്ട ഒരു ഗ്രന്ഥമല്ല. ഇടവേളകളോടെ സ്വന്തം അനുഭവങ്ങൾ പരിശോധിച്ചുകൊണ്ട് വായിക്കേണ്ട ഒരു കൂട്ടാളിയാണ്. ഇവിടെ വായനക്കാരനെ നിർബന്ധിക്കുന്നില്ല, ക്ഷണിക്കുകയാണ്. നീ തയ്യാറാണെങ്കിൽ മാത്രം മുന്നോട്ടു പോരൂ എന്ന സൗമ്യത ഈ പുസ്തകത്തിലുടനീളം കാണാം. ഈ സമീപനമാണ് വായനക്കാരനിൽ സുരക്ഷിതത്വം സൃഷ്ടിക്കുന്നത്. ജീവിത ദർശനത്തിൻ്റെ ചില അടിസ്ഥാനങ്ങൾ. ജീവിത ദർശനത്തിൻ്റെ അടിത്തറയാണിവിടെ തുറന്നു കാണിക്കുന്നത്. നമ്മുടെ ജീവിതം യാദൃച്ഛിക സംഭവങ്ങളുടെ ഒരു കൂട്ടമല്ലെന്നും അതിൽ നമ്മുടെ ചിന്തകൾക്ക് വലിയ പങ്കുണ്ടെന്നും ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുന്ന ആശയങ്ങൾ ക്രമേണ നമ്മുടെ അനുഭവങ്ങളായി മാറുന്നു എന്നതാണ് ഇവിടെ പറയുന്ന പ്രധാന ആശയം. എല്ലാം നിന്റെ തെറ്റാണ് എന്ന കുറ്റപ്പെടുത്തലല്ല, മറിച്ച് നിനക്ക് മാറ്റത്തിനുള്ള ശക്തിയുണ്ട് എന്ന ആത്മവിശ്വാസമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മെ ഇരയുടെ മനോഭാവത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നതാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസം. ജീവിതം നമ്മെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ഒന്നായി മാത്രം കാണുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് തോന്നും. എന്നാൽ നമ്മൾ അതിൻ്റെ സൃഷ്ടിയുടെ ഒരു ഭാഗം മാത്രമാണെന്ന് തിരിച്ചറിയുമ്പോൾ പ്രതീക്ഷ ജനിക്കുന്നു. പഴയ ചിന്തകൾക്ക് പകരം പുതിയ ആശയങ്ങൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയുന്നു. ഈ മാറ്റം ഒരു ദിവസം കൊണ്ടല്ല, ചെറിയ ശ്രമങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നത്. ഇവിടെ നിയന്ത്രണത്തേക്കാൾ ബോധ്യത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ജീവിതത്തെ നിയന്ത്രിക്കണമെന്നില്ല, അതിനെ മനസ്സിലാക്കാൻ പഠിച്ചാൽ മതി. ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വാസങ്ങളെ വളരെ വ്യക്തമായി ഇവിടെ അവതരിപ്പിക്കുന്നു. ശരീരവും മനസ്സും വേറിട്ട ഘടകങ്ങളല്ല, മറിച്ച് പരസ്പരം സംസാരിക്കുന്ന ഒരേ സംവിധാനത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് പറയുന്നു. ശരീരത്തിലെ അസുഖങ്ങൾ പലപ്പോഴും മനസ്സിലെ അടച്ചുവെച്ച ഭയങ്ങളുടെയും ദുഃഖങ്ങളുടെയും പ്രകടനങ്ങളാകാം. എന്നാൽ ഇത് രോഗിയെ കുറ്റപ്പെടുത്താനുള്ള ഒരാശയമല്ല. രോഗം ഒരു ശിക്ഷയുമല്ല, ശ്രദ്ധ തേടുന്ന ഒരു സന്ദേശമാണ് എന്ന ബോധ്യം ഉണ്ടാകുകയാണ് ഇവിടെ പ്രധാനം. വായനക്കാരനെ ശരീരത്തോടുള്ള യുദ്ധത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത്. എൻ്റെ ശരീരം എന്നെ വഞ്ചിച്ചു എന്ന ചിന്തയ്ക്ക് പകരം എൻ്റെ ശരീരം എന്നോടെന്തോ പറയാൻ ശ്രമിക്കുകയാണ് എന്ന സമീപനമാണ് ഇതിൽ നിർദ്ദേശിക്കുന്നത്. സ്വയം സ്നേഹവും അംഗീകാരവും ഇല്ലാതെ സൗഖ്യം സാധ്യമല്ലെന്ന ആശയം ഇവിടെ ശക്തമായി ഉയർന്നു വരുന്നു. ശരീരത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ മനസ്സും ശാന്തമാകുന്നു. ഇത് വായനക്കാരനിൽ കരുണ വളർത്തുന്നു, ആദ്യം സ്വയം, പിന്നെ ജീവിതത്തോട്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം സൃഷ്ടിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെ രൂപപ്പെടുന്നു എന്ന ചോദ്യത്തിന് പുറമേ നിന്നുള്ള ഉത്തരങ്ങൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം. സാഹചര്യം, കുടുംബം, സാമ്പത്തികാവസ്ഥ,
വിദ്യാഭ്യാസം, സമൂഹം ഇവയെല്ലാം ജീവിതത്തിന്റെ കാരണങ്ങളായി നമ്മൾ ചൂണ്ടിക്കാണിക്കും. എന്നാൽ വളരെ ശാന്തമാണെങ്കിലും ശക്തമായ ഒരു സത്യം ഇതിൽ പറയുന്നു: നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത് നമ്മുടെ ചിന്തകളാലാണ്. ഈ വാചകം ആദ്യമായി കേൾക്കുമ്പോൾ അതിശയോക്തിയായി തോന്നാം. എന്നാൽ കുറച്ച് ആഴത്തിൽ നോക്കിയാൽ അത് ജീവിതത്തെ കാണുന്ന ഒരു പുതിയ കണ്ണ് തുറക്കുകയാണ് ചെയ്യുന്നത്. നാം ഓരോ ദിവസവും ആയിരക്കണക്കിന് ചിന്തകളിലൂടെ കടന്നു പോകുന്നു. അവയിൽ ഭൂരിഭാഗവും മുൻപ് നമ്മൾ ചിന്തിച്ചതിൻ്റെ ആവർത്തനമാണ്. ഇന്നലെ നമ്മൾ നമ്മളെ എങ്ങനെ കണ്ടോ, ലോകത്തെ എങ്ങനെ വിലയിരുത്തിയോ, അതേ രീതിയിലാണ് ഇന്നും നമ്മൾ ചിന്തിക്കുന്നത്. ആവർത്തിച്ചു വരുന്ന ഇത്തരം ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ സ്ഥിരമായ വിശ്വാസങ്ങളായി മാറുന്നത്. പിന്നീട് ആ വിശ്വാസങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെയും പെരുമാറ്റങ്ങളെയും നിയന്ത്രിക്കുന്നു. അങ്ങനെ ജീവിതം തന്നെ ഒരു ചിന്താപ്രവാഹത്തിന്റെ ഫലമായി മാറുന്നു. ഇവിടെ വ്യക്തമാക്കുന്നത് ജീവിതം നമുക്ക് വേണ്ടി സംഭവിക്കുന്ന ഒന്നല്ല, നമ്മൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്നതാണ്. നമ്മൾ സ്വയം എനിക്കൊന്നും സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അവസരങ്ങൾ മുന്നിൽ വന്നാലും നാം അവ തിരിച്ചറിയില്ല. എനിക്ക് എപ്പോഴും നഷ്ടമാണ് എന്ന ചിന്ത ഉള്ളിൽ ഉറച്ചാൽ ജീവിതം നഷ്ടങ്ങളുടെ ഒരു നിരയായി തന്നെ തോന്നിത്തുടങ്ങും. അങ്ങനെ ജീവിതം നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങളുടെ പ്രതിഫലനമായി മാറുന്നു. ഈ വിശ്വാസങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന ചോദ്യമാണ് അടുത്തതായി ഉയർന്നത്. പലപ്പോഴും അവ നമ്മുടെ ബാല്യത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. മാതാപിതാക്കളുടെ വാക്കുകൾ, അധ്യാപകരുടെ സമീപനം, സമൂഹത്തിന്റെ മാനദണ്ഡങ്ങൾ ഇവയെല്ലാം ചേർന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മചിത്രം രൂപപ്പെടുത്തുന്നു. നീ അത്ര പോരാ, നീ പരാജയമാണ്, നീ ശബ്ദമുയർത്തരുത്, നിനക്കിത് പറ്റില്ല എന്നിങ്ങനെ നമ്മൾ പലതവണ കേട്ട വാക്കുകൾ ഒരിക്കൽ പോലും ചോദ്യം ചെയ്യാതെ നമ്മുടെ ഉള്ളിൽ സത്യമായി മാറുന്നു. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ ഒരു പരിമിതമായ രൂപത്തിൽ കാണാൻ തുടങ്ങുന്നു. പക്ഷേ ഈ വിശ്വാസങ്ങൾ സത്യമല്ല, അവ പഠിപ്പിക്കപ്പെട്ട ചിന്തകളാണ്. പഠിപ്പിച്ചതാണെങ്കിൽ അത് മാറ്റാൻ കഴിയും. എന്നാൽ പ്രശ്നം ഇതാണ്: നമ്മൾ ഈ ചിന്തകളെ നമ്മുടെ സ്വന്തം ശബ്ദമായി തെറ്റിദ്ധരിക്കുന്നു. ഇത് ഞാൻ തന്നെയാണ് എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് മാറ്റം അസാധ്യമെന്ന് തോന്നുന്നത്. യഥാർത്ഥത്തിൽ നാം നമ്മളെക്കുറിച്ച് പഠിച്ചെടുത്ത ഒരു കഥയാണത്. ഈ കഥയിൽ ഏറ്റവും അപകടകരമായ ഒരു ഭാഗമാണ് സ്വയം കുറ്റപ്പെടുത്തൽ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടായാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നമ്മൾ നമ്മുടെ മേൽ ചുമത്തുന്നു. പലപ്പോഴും നമുക്ക് നിയന്ത്രണമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും. ഞാനാണ് കാരണം, എനിക്ക് കഴിവില്ല, ഞാൻ പോരാത്തവനാണ്, ഇവ നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന വാക്കുകളാണ്. സ്വയം കുറ്റപ്പെടുത്തൽ ഒരു ശീലമായി മാറുമ്പോൾ അത് ആത്മാഭിമാനത്തെ പൂർണ്ണമായും തകർക്കും. ശിക്ഷയിലൂടെ ഒരിക്കലും ചികിത്സയുണ്ടാകില്ല. സ്നേഹത്തിലൂടെയാണ് ഹീലിംഗ് ആരംഭിക്കുന്നത്. ഈ ആത്മശിക്ഷയുടെ ഫലങ്ങൾ മനസ്സിൽ മാത്രം ഒതുങ്ങുന്നില്ല. യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്തിൽ തന്നെ ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നു. നമ്മുടെ ശരീരം ഒരു യന്ത്രമല്ല, ഇത് നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും പ്രതിഫലനമാണ്. ദീർഘകാലമായി അടിച്ചമർത്തിയ ദേഷ്യം, പറയാതെ പോയ വേദന, വിട്ടൊഴിയാത്ത പേടി, കുറ്റബോധം ഇവയെല്ലാം ഒരിടവേളയ്ക്ക് ശേഷം ശരീരത്തിൽ ലക്ഷണങ്ങളായി പ്രത്യക്ഷപ്പെടും. ശരീരം അപ്പോൾ നമ്മോട് സംസാരിക്കുകയാണ്. ഇവിടെ എന്തോ ശരിയല്ല എന്ന് അത് സൂചിപ്പിക്കുന്നു. എല്ലാ രോഗങ്ങളും മനസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നല്ല, പക്ഷെ മനസ്സിന്റെ അസന്തുലിതാവസ്ഥ ശരീരത്തെ ദുർബലമാക്കുന്നു. അങ്ങനെ രോഗങ്ങൾക്ക് വഴിയൊരുങ്ങുന്നു. അതിനാൽ ഹീലിംഗ് എന്നത് മരുന്നുകൾക്കെതിരായ ഒരാശയമല്ല, മറിച്ച് മനസ്സും ശരീരവും ഒരുമിച്ച് പരിഗണിക്കുന്ന ഒരു സമഗ്ര സമീപനമാണ്. ഈ തിരിച്ചറിവിനു പിന്നാലെ നമ്മെ ഇവിടെ ഒരു വലിയ ഉത്തരവാദിത്തത്തിലേക്ക് ക്ഷണിക്കുന്നു. നിന്റെ ജീവിതത്തിന് നീ തന്നെയാണ് ഉത്തരവാദി എന്ന വാചകം കേൾക്കുമ്പോൾ പലർക്കും അത് ഭാരമായി തോന്നാം. പക്ഷേ അത് കുറ്റമായിട്ടല്ല, ശക്തിയായാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മറ്റുള്ളവരെ, സാഹചര്യങ്ങളെ, ഭൂതകാലത്തെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ ശക്തി നമ്മൾ പുറത്തേക്ക് കൈമാറുകയാണ്. ഇതെല്ലാം മറ്റുള്ളവർ കാരണമാണ് എന്ന് പറഞ്ഞാൽ മാറ്റത്തിനുള്ള അധികാരം നമുക്ക് നഷ്ടപ്പെടും. എന്നാൽ എനിക്ക് എൻ്റെ ചിന്തകൾ മാറ്റാം എന്ന് പറയുമ്പോൾ ശക്തി നമ്മുടെ കൈകളിലേക്ക് മടങ്ങി വരും. ഈ മാറ്റം സംഭവിക്കേണ്ടത് എവിടെയാണ് എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടിയുണ്ട്. ഇപ്പോൾ. ഭൂതകാലം കഴിഞ്ഞുപോയി, ഭാവി വന്നിട്ടില്ല.
നമുക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരേയൊരു നിമിഷം ഇപ്പോഴാണ്. ഇപ്പോൾ നാം നമ്മളോട് എങ്ങനെ സംസാരിക്കുന്നു, ഇപ്പോൾ നാം നമ്മളെ എങ്ങനെ കാണുന്നു, ഇപ്പോൾ നാം എന്താണ് വിശ്വസിക്കുന്നത്, ഇവയാണ് ഭാവിയെ നിർമ്മിക്കുന്നത്. ഇന്നത്തെ ചിന്തകളാണ് നാളെയുടെ അനുഭവങ്ങൾ. ഇത്തരം എല്ലാ ആശയങ്ങളുടെയും അടിത്തറയായി ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത് സ്വയം സ്നേഹം എന്ന സങ്കല്പമാണ്. മനുഷ്യന്റെ എല്ലാ വേദനകളുടെയും അടിത്തറ ഒരേയൊരു കുറവാണ്: സ്വയം സ്നേഹിക്കാത്തത്. നമ്മൾ നമ്മളെ നിരന്തരം വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ശത്രുവായി മാറുന്നു. ഈ അവസ്ഥയിൽ നിന്ന് ഹീലിംഗ് ആരംഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളോട് സൗമ്യരാകണം. സ്വയം സ്നേഹം അഹങ്കാരമല്ല, അത് സ്വയം അംഗീകരിക്കലാണ്. ഞാൻ പൂർണ്ണനല്ല, പക്ഷേ ഞാൻ പോരാത്തവനുമല്ല എന്ന ബോധം. നമ്മൾ പിഴച്ചാലും വീണാലും പരാജയപ്പെട്ടാലും നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത്. കാരണം സ്നേഹമുള്ള മനസ്സിൽ നിന്നാണ് വളർച്ചയുണ്ടാകുന്നത്. ഒരുപാട് പരിഹാരങ്ങളൊന്നും ഇവിടെ നിർദ്ദേശിക്കുന്നില്ല. അതിനു പകരം അത് നമ്മളെ ഒരു കണ്ണാടിക്ക് മുന്നിൽ നിർത്തുന്നു. നീ നിന്റെ ചിന്തകളെ കാണാൻ തയ്യാറാണോ എന്ന ചോദ്യം ചോദിക്കുന്നു. ഈ സത്യസന്ധമായ ആത്മപരിശോധനയാണ് പിന്നീടുള്ള ഹീലിംഗ് പ്രക്രിയയുടെ അടിത്തറ. നീ ഒരു ഇരയല്ല, നീ സ്രഷ്ടാവാണ് എന്ന ചിന്തയാണ് ഇവിടെ വളർത്തുന്നത്. നിന്റെ ചിന്തകളുടെ ദിശ മാറ്റിയാൽ നിന്റെ ജീവിതത്തിന്റെ ദിശയും മാറും. ഹീലിംഗ് ഒരു ദിവസത്തെ പ്രവൃത്തിയല്ല, പക്ഷേ അത് ഇപ്പോൾ ഈ നിമിഷം ഒരു ചെറിയ ചിന്താമാറ്റത്തിലൂടെ ആരംഭിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സ്വയം സ്നേഹത്തിലൂടെ സുഖപ്പെടുത്തൽ. ആദ്യ ഭാഗം നമ്മെ ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിർത്തിയെങ്കിൽ രണ്ടാം ഭാഗം നമ്മെ ആ കണ്ണാടിയോട് സൗഹൃദം സ്ഥാപിക്കാൻ പഠിപ്പിക്കുന്നു. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം സൃഷ്ടിക്കുന്നത് എന്ന സത്യമായിരുന്നു നേരത്തെ പറഞ്ഞത്. ആ ചിന്തകളെ എങ്ങനെ സുഖപ്പെടുത്താം, നമ്മളെ എങ്ങനെ സ്നേഹിക്കാം, ആന്തരികമായ ഹീലിംഗ് എങ്ങനെ ആരംഭിക്കാം എന്നതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ ഭാഗത്തിൻ്റെ കേന്ദ്ര ആശയം വളരെ ലളിതമാണ്, എന്നാൽ അത്ര തന്നെ വിപ്ലവകരവും. ഹീലിംഗ് പുറത്തുനിന്ന് ആരംഭിക്കുന്ന ഒന്നല്ല, അത് ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ പലപ്പോഴും ഹീലിംഗ് എന്ന് പറയുമ്പോൾ പുറമേക്കാണ് നോക്കുന്നത്. ഒരാൾ നമ്മളെ സ്നേഹിക്കണം, സാഹചര്യം മാറണം, ജീവിതം സൗമ്യമായിരിക്കണം, അപ്പോൾ നമുക്ക് സുഖം ലഭിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ നമ്മൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ് ഹീലിംഗ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ തടസ്സം പുറത്തെ ലോകമല്ല, സ്വയം സ്നേഹിക്കാത്ത മനസ്സാണ്. നമ്മൾ നമ്മളെ നിരന്തരം വിമർശിക്കുന്നു, കണ്ണാടിയിൽ നോക്കി നമ്മളെ കുറ്റപ്പെടുത്തുന്നു, പിഴച്ചാൽ സ്വയം ശിക്ഷിക്കുന്നു, മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യുന്നു. ഈ എല്ലാ പ്രവൃത്തികളുടെയും അടിത്തറ ഒരേ ഒരു വികാരമാണ്: ഞാൻ അത്ര പോരാ എന്ന വിശ്വാസം. ഈ വിശ്വാസം ഉള്ളിൽ നിലനിൽക്കുന്നിടത്തോളം ഹീലിംഗ് അസാധ്യമാകുന്നു. കാരണം സ്നേഹമില്ലാത്തിടത്ത് വളർച്ചയുണ്ടാകില്ല. ഒരു കുഞ്ഞിനെ നിരന്തരം കുറ്റപ്പെടുത്തി വളർത്തിയാൽ അവൻ ആത്മവിശ്വാസമുള്ളവനായി വളരില്ല. അതുപോലെ നമ്മൾ നമ്മളോട് തന്നെ കഠിനമായി പെരുമാറുമ്പോൾ നമ്മുടെ ഉള്ളിലെ ജീവിതശക്തി മങ്ങിപ്പോകുന്നു. ഹീലിംഗ് ആരംഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളോട് സൗമ്യരാകണം. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല, പക്ഷേ അത് ഒരു തീരുമാനത്തോടെ ആരംഭിക്കാം. ഇന്നു മുതൽ ഞാൻ എന്നോട് സൗമ്യനാകും എന്ന തീരുമാനത്തോടെ. വാക്കുകളിലൂടെ മനസ്സിനെ പുനഃക്രമീകരിക്കൽ. അഫർമേഷൻസ് എന്നത് വെറും പോസിറ്റീവ് വാക്യങ്ങൾ ആവർത്തിക്കുന്ന പ്രക്രിയയല്ല. അത് മനസ്സിലെ പഴയ ചിന്തകളുടെ പാറ്റേൺ മാറ്റാനുള്ള ഒരു പരിശീലനമാണ്. നമ്മുടെ മനസ്സ് ഒരു പരിശീലനം നേടിയ യന്ത്രം പോലെയാണ്. വർഷങ്ങളായി അത് കേട്ട വാക്കുകൾ, വിശ്വസിച്ച കാര്യങ്ങൾ, ആവർത്തിച്ച ചിന്തകൾ, ഇവയെല്ലാം ചേർന്നാണ് അതിൻ്റെ പ്രവർത്തനം. അതിനാൽ ഒരു ദിവസം കൊണ്ട് അത് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. അഫർമേഷൻസ് വഴി നാം ചെയ്യുന്നത് മനസ്സിനെ പുതിയ സന്ദേശങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മൾ ആവർത്തിച്ചു പറയുന്ന വാക്കുകൾ ഒരു ദിവസം നമ്മുടെ വിശ്വാസങ്ങളായി മാറും. ഞാൻ സുരക്ഷിതനാണ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ജീവിതം എന്നെ പിന്തുണയ്ക്കുന്നു എന്നിങ്ങനെയുള്ള വാക്കുകൾ ആദ്യം അസ്വാഭാവികമായി തോന്നാം. കാരണം നമ്മുടെ പഴയ വിശ്വാസങ്ങൾക്ക് അത് വിരുദ്ധമാണ്. പക്ഷേ ആവർത്തനത്തിലൂടെയാണ് മനസ്സ് പഠിക്കുന്നത്. അഫർമേഷൻസ് പറയുമ്പോൾ ഉള്ളിലെ പ്രതിരോധം ഉയരും.
ഇത് സത്യമല്ല എന്നൊരു ശബ്ദം ഉള്ളിൽ നിന്ന് വരും. ആ ശബ്ദത്തെ അടിച്ചമർത്താൻ പറയുന്നില്ല, മറിച്ച് അത് കേട്ട് അതിനൊപ്പം തന്നെ അഫർമേഷൻസ് തുടരാനാണ് ഉപദേശിക്കുന്നത്. കാരണം പ്രതിരോധം ഉണ്ടാകുന്നത് മാറ്റം ആരംഭിച്ചതിൻ്റെ ലക്ഷണമാണ്. ഭൂതകാലത്തെ വിട്ടൊഴിയൽ, ഫോർഗിവ്നെസ് ആസ് ഹീലിംഗ്. ഫോർഗിവ്നെസ് എന്ന വാക്ക് പലരിലും തെറ്റിദ്ധാരണയുണ്ടാക്കുന്നു. മറ്റൊരാളെ ന്യായീകരിക്കുന്നതാണ് ഫോർഗിവ്നെസ് എന്ന് പലരും കരുതുന്നു. എന്നാൽ ഇവിടെ അതിനെ പൂർണ്ണമായും വ്യത്യസ്തമായാണ് വ്യാഖ്യാനിക്കുന്നത്. ഫോർഗിവ്നെസ് എന്നത് മറ്റൊരാളുടെ തെറ്റിനെ അംഗീകരിക്കുന്നതല്ല. അത് നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. നമുക്ക് ആരോടെങ്കിലും വിരോധം, കോപം, വേദന എന്നിവയുണ്ടാകുമ്പോൾ അതിൻ്റെ ഭാരമാണ് നമ്മൾ ചുമക്കുന്നത്. അത് മറ്റേയാളെ ശിക്ഷിക്കുന്നില്ല, നമ്മളെയാണ് വേദനിപ്പിക്കുന്നത്. ഹീലിംഗ് ആരംഭിക്കണമെങ്കിൽ പഴയ വേദനകളെ പിടിച്ചു നിൽക്കുന്ന ശീലം വിട്ടൊഴിയണം. അതത്ര എളുപ്പമല്ല. ഫോർഗിവ്നെസ് ഒരു വലിയ സംഭവമല്ല, അതൊരു പ്രക്രിയയാണ്. ഒരേ ദിവസം എല്ലാം മറക്കണമെന്നില്ല, പക്ഷേ വിട്ടൊഴിയാൻ തയ്യാറാകണം. ഇന്നർ ചൈൽഡ്, ഉള്ളിലെ കുട്ടിയോടുള്ള സൗഹൃദം. നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ബാല്യത്തിലെ വേദനകളും ഭയങ്ങളും സന്തോഷങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി ഒരിക്കലും വളർന്നിട്ടില്ല. നമ്മൾ നമ്മളോട് കഠിനമായി പെരുമാറുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഉള്ളിലെ കുട്ടിയെയാണ് ശിക്ഷിക്കുന്നത്. ഹീലിംഗ് ആരംഭിക്കണമെങ്കിൽ ആ കുട്ടിയെ കാണാനും കേൾക്കാനും സ്നേഹിക്കാനും പഠിക്കണം. നീ സുരക്ഷിതനാണ്, നിനക്ക് കുറ്റങ്ങളൊന്നുമില്ല, നിനക്ക് സ്നേഹത്തിന് അർഹതയുണ്ട് എന്ന സന്ദേശമാണ് ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യം. നമ്മൾ നമ്മുടെ ഉള്ളിലെ കുട്ടിയെ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ ജീവിതം നമ്മോട് സൗമ്യമായി പ്രതികരിക്കാൻ തുടങ്ങും. ഹീലിംഗ് എന്നത് ഒരു ലക്ഷ്യമല്ല, ഒരു യാത്രയാണ്. ഹീലിംഗ് എന്നത് ഒരു ഡെസ്റ്റിനേഷൻ അല്ല. ഇപ്പോൾ ഞാൻ പൂർണ്ണമായി സുഖപ്പെട്ടു, അങ്ങനെയൊരു കാര്യമില്ല. ഹീലിംഗ് ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. ഓരോ ദിവസവും നമ്മൾ നമ്മളോട് എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് ഹീലിംഗ് നടക്കുന്നത്. നമ്മൾ പിഴച്ചാൽ വീണ്ടും സ്വയം കുറ്റപ്പെടുത്തേണ്ടതില്ല. ഹീലിംഗ് എന്നത് പൂർണ്ണതയല്ല, അത് ബോധവൽക്കരണമാണ്. പഴയ ചിന്തകൾ വീണ്ടും വരുമ്പോൾ അവയെ തിരിച്ചറിയാനും സൗമ്യമായി മാറ്റാനും പഠിക്കുന്നതാണ് ഹീലിംഗ്. സ്വയം സ്നേഹം എല്ലാ മാറ്റങ്ങളുടെയും കേന്ദ്രം. ഇവിടെ വീണ്ടും സെൽഫ് ലവ് എന്ന ആശയത്തിലേക്കാണ് മടങ്ങുന്നത്. സെൽഫ് ലവ് ഇല്ലാതെ ഒരു അഫർമേഷനും ഫോർഗിവ്നെസ്സും ഹീലിംഗ് പ്രാക്ടീസും ശക്തിയാകില്ല. സെൽഫ് ലവ് എന്നത് നമ്മളെ പൂർണ്ണരായി കാണുന്നതല്ല, നമ്മളെ സത്യസന്ധമായി അംഗീകരിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ എവിടെയുണ്ടോ അവിടെ നിന്നാണ് ഞാൻ വളരുന്നത് എന്ന ബോധം. ഈ ബോധം വന്നാൽ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മാറ്റം തുടങ്ങും. ബന്ധങ്ങളിൽ, ആരോഗ്യത്തിൽ, ആത്മവിശ്വാസത്തിൽ. ബന്ധങ്ങൾ നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങളുടെ പ്രതിബിംബം. ഇവിടെ മനുഷ്യബന്ധങ്ങളെ ഒരു പുതിയ വീക്ഷണകോണിൽ നിന്ന് കാണാൻ നമ്മെ പഠിപ്പിക്കുന്നു. സാധാരണയായി ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലേക്കാണ്. അവരാണ് മാറേണ്ടത്, അവർ എന്നെ മനസ്സിലാക്കുന്നില്ല, എനിക്ക് എല്ലായ്പ്പോഴും തെറ്റായ ആളുകളെയാണ് കൂടെ കിട്ടുന്നത് എന്നിങ്ങനെയുള്ള ചിന്തകളാണ് മനസ്സിൽ നിറയുന്നത്. എന്നാൽ ഇവിടെ ഈ സമീപനത്തെ ചോദ്യം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ബന്ധങ്ങൾ നമ്മുടെ ഉള്ളിലെ വിശ്വാസങ്ങളുടെ പ്രതിഫലനമാണ്. ഈ ആശയം ആദ്യം കേൾക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാകാം, കാരണം അത് നമ്മളെ ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കുന്നു. പക്ഷേ ഇത് കുറ്റം ചുമത്തലല്ല, മറിച്ച് ശക്തി തിരിച്ചുപിടിക്കലാണ്. നമ്മുടെ ബന്ധങ്ങളിൽ ആവർത്തിച്ചു കാണുന്ന പാറ്റേണുകൾ, വേദന, ഉപേക്ഷ, നിയന്ത്രണം, ആശ്രിതത്വം ഇവയെല്ലാം നമ്മുടെ ഉള്ളിലെ ചിന്താരീതികളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടു കിടക്കുന്നു. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും ഒരേ തരത്തിലുള്ള ബന്ധങ്ങൾ ആകർഷിക്കുന്നത് യാദൃച്ഛികമല്ല. നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു, നമ്മൾ സ്നേഹത്തെ എങ്ങനെ നിർവചിക്കുന്നു, നമ്മൾ അർഹതയെ എങ്ങനെ മനസ്സിലാക്കുന്നു, ഇവയെല്ലാം ചേർന്നതാണ് നമ്മുടെ ബന്ധങ്ങളുടെ രൂപം നിർമ്മിക്കുന്നത്. എനിക്ക് സ്നേഹം നേടാൻ ഞാൻ കഷ്ടപ്പെടണം എന്ന വിശ്വാസമുള്ള ഒരാൾക്ക് സ്വാഭാവികമായും സ്നേഹം വേദനയോടൊപ്പം തന്നെയാണ് അനുഭവപ്പെടുക. ബന്ധങ്ങളുടെ കണ്ണാടി. നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നത് നമ്മുടെ ബന്ധങ്ങളിൽ പ്രതിഫലിക്കുന്നതായി കാണാം. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്ന പെരുമാറ്റം
നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന പെരുമാറ്റത്തിന്റെ പ്രതിഫലനമാണ്. നമ്മൾ നമ്മളെ ബഹുമാനിക്കാത്തിടത്ത് മറ്റുള്ളവരും നമ്മളെ ബഹുമാനിക്കില്ല. നമ്മൾ നമ്മുടെ വികാരങ്ങളെ അവഗണിക്കുന്നിടത്ത് മറ്റുള്ളവരും അവയെ അവഗണിക്കും. അങ്ങനെ ബന്ധങ്ങൾ നമ്മുടെ ഉള്ളിലെ അവസ്ഥയെ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന ഒരു കണ്ണാടിയായി മാറുന്നു. സംസാരിക്കുന്നത് ആശ്രിത ബന്ധങ്ങളെക്കുറിച്ചാണ്. പല ബന്ധങ്ങളിലും സ്നേഹത്തിന്റെ പേരിൽ ആശ്രിതത്വം വളരുന്നു. ഒരാളില്ലാതെ താൻ പൂർണ്ണനല്ല എന്ന ചിന്ത ബന്ധത്തെ ആരോഗ്യകരമല്ലാത്ത രീതിയിൽ മാറ്റുന്നു. ഈ ആശ്രിതത്വത്തിന്റെ അടിത്തറ സ്വയം സ്നേഹത്തിന്റെ അഭാവമാണ്. നമ്മൾ നമ്മളെ പൂർണ്ണരായി അംഗീകരിക്കാത്തപ്പോൾ മറ്റൊരാളിൽ നിന്ന് ആ പൂർണ്ണത തേടാൻ ശ്രമിക്കുന്നു. ഒരു ബന്ധത്തിനും നമ്മളെ പൂർണ്ണരാക്കാൻ കഴിയില്ല. ബന്ധം രണ്ട് പൂർണ്ണരായ വ്യക്തികൾ തമ്മിലുള്ള പങ്കിടലായിരിക്കണം. ഒരാളുടെ ശൂന്യത മാറ്റാൻ മറ്റൊരാൾക്ക് കഴിയും എന്ന ചിന്ത നല്ലതല്ല. ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന കോപവും വിരോധവും ഇതിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നു. ബന്ധം ശിഥിലമാകരുത് എന്ന ഭയത്തിൽ നമ്മൾ പലപ്പോഴും കോപം അടിച്ചമർത്തുന്നു. എന്നാൽ അടിച്ചമർത്തിയ വികാരങ്ങൾ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. അവ ബന്ധത്തിനുള്ളിൽ വിഷമാകുന്നു. കോപം ഒരു മോശം വികാരമല്ല, അത് ഒരു സന്ദേശമാണ്. ഇവിടെ എൻ്റെ അതിരുകൾ ലംഘിക്കപ്പെടുന്നു എന്ന സന്ദേശം. ആ സന്ദേശം കേൾക്കാതെ പോകുമ്പോൾ ബന്ധം വേദനയുടെ ഒരു വേദിയായി മാറുന്നു. മാപ്പു നൽകൽ. ഈ ഭാഗത്തിൽ ഫോർഗിവ്നെസ് എന്ന ആശയം വീണ്ടും ശക്തമായി തിരിച്ചു വരുന്നു. ബന്ധങ്ങളിൽ ഹീലിംഗ് ഉണ്ടാകണമെങ്കിൽ ഫോർഗിവ്നെസ് അനിവാര്യമാണ്. പക്ഷേ ഫോർഗിവ്നെസ് മറ്റൊരാളുടെ തെറ്റിനെ അംഗീകരിക്കുന്നില്ല. അത് നമ്മളെ വേദനയിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ പഴയ വേദനകളെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ ആ ബന്ധം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ ഉള്ളിൽ തുടരുകയാണ്. ഫോർഗിവ്നെസ് വഴി നമ്മൾ ചെയ്യുന്നത് ആ ബന്ധത്തിന്റെ പിടി നമ്മുടെ മനസ്സിൽ നിന്ന് അഴിച്ചുവിടുകയാണ്. ബന്ധങ്ങളെ ഒരു പഠന പ്രക്രിയയായി കാണുക. ഓരോ ബന്ധവും നമ്മെ എന്തെങ്കിലും പഠിപ്പിക്കും. ചിലർ നമ്മെ സ്നേഹം പഠിപ്പിക്കുന്നു, ചിലർ സ്വയം ബഹുമാനം, ചിലർ അതിരുകൾ, ചിലർ വിട്ടൊഴിയൽ. ഒരു ബന്ധം അവസാനിക്കുന്നത് പരാജയമല്ല, പഠനം പൂർത്തിയായതിൻ്റെ അടയാളമായിരിക്കും. ഈ കാഴ്ചപ്പാട് ബന്ധങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കുറ്റബോധവും പരാജയബോധവും കുറയ്ക്കുന്നു. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നതിനു പകരം നമ്മൾ നമ്മളെ മാറ്റുമ്പോൾ ബന്ധങ്ങൾ സ്വാഭാവികമായി മാറും. നമ്മൾ നമ്മുടെ ചിന്തകൾ, പ്രതീക്ഷകൾ, പ്രതികരണങ്ങൾ എന്നിവ മാറ്റുമ്പോൾ ബന്ധങ്ങളുടെ ഗതിയും മാറുന്നു. ചില ബന്ധങ്ങൾ കൂടുതൽ ആരോഗ്യകരമാകുന്നു, ചിലത് സ്വാഭാവികമായി വിട്ടുപോകുന്നു. രണ്ടും ഹീലിംഗിന്റെ ഭാഗമാണ്. ബന്ധങ്ങളിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാകണം. നമ്മൾ നമ്മളോട് സൗഹൃദം പുലർത്തുമ്പോൾ മറ്റുള്ളവരോടും സൗഹൃദം പുലർത്താൻ കഴിയും. നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ സ്നേഹം ആവശ്യപ്പെടേണ്ടതില്ല, അത് സ്വാഭാവികമായി വരും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും നമ്മളെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന വഴികളാണ്. അവ നമ്മെ വേദനിപ്പിക്കാനല്ല, വളർത്താനാണ് വരുന്നത്. നമ്മൾ ആ വളർച്ചയ്ക്ക് തയ്യാറാകുമ്പോൾ ബന്ധങ്ങൾ ഒരു ഭാരമല്ല, അനുഗ്രഹമായി മാറുന്നു. ശരീരം സംസാരിക്കുമ്പോൾ. ഇവിടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗത കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യുന്നു. സാധാരണയായി ശരീരം ഒരു യന്ത്രമാണെന്നും രോഗം ഒരു തകരാറാണെന്നും മരുന്ന് അതിൻ്റെ പരിഹാരമാണെന്നുമാണ് നമ്മൾ പഠിച്ചത്. ഈ ധാരണയെ പൂർണ്ണമായി നിഷേധിക്കുന്നില്ലെങ്കിലും അതിനപ്പുറത്തേക്ക് നമ്മെ നയിക്കുകയാണിവിടെ. ശരീരം വെറും മാംസവും അസ്ഥിയും മാത്രമല്ല, അത് നമ്മുടെ മനസ്സിൻ്റെ സന്ദേശങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു ജീവിച്ചിരിക്കുന്ന സംവിധാനമാണ്. ശരീരം നമ്മോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷേ നമ്മൾ കേൾക്കാൻ തയ്യാറാകാറില്ല. നമ്മൾ ദീർഘകാലമായി അവഗണിച്ച വികാരങ്ങൾ, അടിച്ചമർത്തിയ വേദനകൾ, പറയാതെ പോയ കോപങ്ങൾ, ഇവയെല്ലാം ഒരിടവേളയ്ക്ക് ശേഷം ശരീരത്തിലൂടെ പുറത്തു വരുന്നു. ആദ്യം ചെറിയ അസ്വസ്ഥതകളായി, പിന്നെ രോഗങ്ങളായി. ശരീരം അപ്പോൾ നമ്മോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: ഇവിടെ എന്തോ അസന്തുലിതമാണ്. ശരീരത്തെ ശത്രുവായി കാണരുത്. രോഗം ഒരു ശിക്ഷയല്ല, അത് ഒരു സന്ദേശമാണ്. ശരീരം നമ്മെ വേദനിപ്പിക്കാനല്ല, നമ്മെ രക്ഷിക്കാനാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത്. പക്ഷേ നമ്മൾ സാധാരണയായി ചെയ്യുന്നത് ആ സന്ദേശത്തെ അടിച്ചമർത്തുകയാണ്. വേദന നിർത്താൻ മരുന്ന്, ലക്ഷണം മാറ്റാൻ ചികിത്സ, ഇവ ആവശ്യമാണ്.
എന്നാൽ അതിനൊപ്പം തന്നെ എന്താണ് ശരീരം പറയാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യവും ചോദിക്കണം. രോഗത്തിന്റെ മാനസികമായ കാരണങ്ങൾ. മനസ്സും ശരീരവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഓരോ ചിന്തയും ശരീരത്തിൽ ഒരു രാസപ്രതികരണം സൃഷ്ടിക്കുന്നു. ഭയം ശരീരത്തെ കടുപ്പിക്കുന്നു. ദേഷ്യം രക്തസമ്മർദ്ദം ഉയർത്തുന്നു. ദീർഘകാല ദുഃഖം ശരീരത്തിന്റെ ഊർജത്തെ ക്ഷയിപ്പിക്കുന്നു. ഈ അവസ്ഥകൾ കുറച്ചുനാൾ നീണ്ടു നിൽക്കുമ്പോൾ ശരീരം സ്വാഭാവികമായ സന്തുലിതാവസ്ഥയിൽ നിന്ന് മാറിത്തുടങ്ങും. അങ്ങനെയാണ് രോഗങ്ങൾ രൂപപ്പെടുന്നത്. രോഗത്തിന് ഒരേയൊരു കാരണം മാത്രമല്ല ഉള്ളത്. പക്ഷേ ഓരോ രോഗത്തിനും പിന്നിൽ ഒരു മാനസിക പാറ്റേൺ ഉണ്ടാകാം. ഉദാഹരണത്തിന്, നിരന്തരമായ പേടി ശരീരത്തിൽ സുരക്ഷിതത്വ ബോധം ഇല്ലാതാക്കും. ജീവിതത്തെ വിശ്വസിക്കാനാകാത്ത മനസ്സ് ശരീരത്തെ വിശ്രമിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ ശരീരം സ്ഥിരമായ അലർട്ട് മോഡിൽ തുടരുകയും പ്രതിരോധശേഷി കുറയുകയും ചെയ്യും. രോഗവും ചിന്തയുമായുള്ള ബന്ധം. രോഗിയെ കുറ്റപ്പെടുത്തരുത് എന്നതും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നീ ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് രോഗം എന്ന സമീപനം ശരിയല്ല. മറിച്ച് രോഗം ഒരാളെ ശിക്ഷിക്കുന്നില്ല, അത് അവൻ്റെ ഉള്ളിലെ അസന്തുലിതാവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. ഹീലിംഗ് എന്നത് കുറ്റബോധത്തിലൂടെയല്ല, ബോധവൽക്കരണത്തിലൂടെയാണ് നടക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തെ വിമർശിക്കുന്നു. അതിൻ്റെ രൂപത്തെക്കുറിച്ച്, ശക്തിയെക്കുറിച്ച്, പ്രവർത്തനക്ഷമതയെക്കുറിച്ച്. ഈ നിരന്തര വിമർശനം ശരീരത്തെ സുരക്ഷിതമല്ലാത്ത ഇടമാക്കി മാറ്റുന്നു. ഒരു ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളത് സുരക്ഷയും സ്നേഹവുമാണ്. ഒരു കുഞ്ഞിനെ പോലെ ശരീരം ശ്രദ്ധയും കരുതലും ആവശ്യപ്പെടുന്നു. സുഖപ്രാപ്തിക്ക് ആവശ്യമായ മനോഭാവം. ഹീലിംഗ് ആരംഭിക്കണമെങ്കിൽ ശരീരത്തോട് സൗഹൃദം സ്ഥാപിക്കണം. ശരീരത്തെ കേൾക്കാൻ പഠിക്കണം. വിശ്രമം ആവശ്യപ്പെടുമ്പോൾ വിശ്രമം നൽകണം. വേദന കാണിക്കുമ്പോൾ അവഗണിക്കാതെ അന്വേഷിക്കണം. ശരീരത്തെ സ്നേഹിക്കാൻ പഠിക്കുന്ന നിമിഷം മുതൽ ഹീലിംഗ് ആരംഭിക്കുന്നു. അഫർമേഷൻസ് ശരീരചികിത്സയുടെ ഭാഗമാകുന്നു. ശരീരത്തോട് നേരിട്ട് സംസാരിക്കുക എന്ന ആശയം ഇവിടെ അവതരിപ്പിക്കുന്നു. എൻ്റെ ശരീരം എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ശരീരത്തിന് സുഖപ്പെടാൻ അറിയാം. ഞാൻ എൻ്റെ ശരീരത്തെ ആദരിക്കുന്നു എന്നിങ്ങനെയുള്ള വാക്കുകൾ ശരീരത്തിനുള്ള സുരക്ഷാബോധം വർദ്ധിപ്പിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് വിചിത്രമായി തോന്നാം. പക്ഷേ ഇത് ശരീരം വാക്കുകളോടും ചിന്തകളോടും പ്രതികരിക്കുന്നതാണ്. മറ്റൊരു പ്രധാന ആശയം വിട്ടൊഴിയലാണ്. രോഗങ്ങൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ വേരൂന്നിയ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പഴയ ദേഷ്യം, പഴയ വേദന, പഴയ കുറ്റബോധം ഇവയെല്ലാം ശരീരത്തിൽ സംഭരിക്കപ്പെടുന്നു. ഹീലിംഗ് എന്നത് ഈ വികാരങ്ങളെ വിട്ടൊഴിയാനുള്ള തയ്യാറെടുപ്പാണ്. വിട്ടൊഴിയൽ മറക്കലല്ല. ഇനി ഈ ഭാരമില്ലാതെ ഞാൻ ജീവിക്കും എന്ന തീരുമാനമാണത്. ഇവിടെ ഹീലിംഗിനെ ഒരു സമഗ്ര പ്രക്രിയയായി കാണുന്നു. മരുന്ന്, ചികിത്സ, ഡോക്ടർമാർ ഇവയൊന്നും നിരസിക്കേണ്ടതില്ല. മറിച്ച് അവയ്ക്കൊപ്പം തന്നെ മാനസികമായ ഹീലിംഗിനും സ്വയം സ്നേഹത്തിനും സ്ഥാനം നൽകുകയാണ്. ശരീരം സുഖപ്പെടണമെങ്കിൽ മനസ്സ് സുരക്ഷിതമായിരിക്കണം. ഇവിടെ നമ്മെ ഒരു പുതിയ കാഴ്ചപ്പാടിലേക്കാണ് നയിക്കുന്നത്. ശരീരം നമുക്കെതിരല്ല, അത് നമ്മോടൊപ്പം തന്നെയാണ്. രോഗം ഒരു ശത്രുവല്ല, അത് ഒരു അധ്യാപകനാണ്. നമ്മൾ ആ അധ്യാപകനെ കേൾക്കാൻ പഠിക്കുമ്പോൾ ശരീരം വീണ്ടും തൻ്റെ സ്വാഭാവികമായ സമതുലിതാവസ്ഥയിലേക്ക് മടങ്ങിത്തുടങ്ങും. സമൃദ്ധി, വിജയം, അർഹതാബോധം ഇവ പുറമേയുള്ളതല്ല, ഉള്ളിലുള്ള സമ്പത്ത്. മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിലൊന്നിനെ ഇവിടെ നേരിട്ട് ചോദ്യം ചെയ്യുന്നു. സമൃദ്ധി, വിജയം, സാമ്പത്തിക സുരക്ഷ ഇവയെല്ലാം പുറത്തെ സാഹചര്യങ്ങൾ നിശ്ചയിക്കുന്ന കാര്യങ്ങളാണെന്ന വിശ്വാസം. നല്ല വിദ്യാഭ്യാസം, ശരിയായ ബന്ധങ്ങൾ, ഭാഗ്യം, ശരിയായ സമയം ഇവയില്ലെങ്കിൽ സമൃദ്ധി അസാധ്യമാണെന്ന ധാരണ. ഈ കാഴ്ചപ്പാടിനെ അടിമുടി മാറ്റുന്ന ചിന്തകളാണ് ഇവിടെ പറയുന്നത്. സമൃദ്ധി പുറത്തുനിന്നുള്ള ഒരു സംഭവമല്ല, അത് ഉള്ളിലെ ഒരു ബോധാവസ്ഥയാണ്. സെൽഫ് വർത്ത് അഥവാ സ്വയം അർഹതാബോധം ഇവിടെ പ്രധാനമാണ്. ഒരാൾക്ക് എത്ര കഴിവുണ്ടായാലും എത്ര അവസരങ്ങൾ ലഭിച്ചാലും ഉള്ളിൽ എനിക്ക് അർഹതയില്ല എന്ന വിശ്വാസമാണുള്ളതെങ്കിൽ ജീവിതത്തിൽ സമൃദ്ധി നിലനിൽക്കില്ല. ചിലപ്പോൾ അത് വരാം, പക്ഷെ നിലനിൽക്കില്ല. കാരണം ഉള്ളിലെ വിശ്വാസം അതിനെ തള്ളിക്കളയും.
നമ്മൾ എത്രത്തോളം സ്വയം വിലമതിക്കുന്നു എന്നതാണ് ജീവിതം നമ്മോട് എത്രത്തോളം സമൃദ്ധിയോടെ പ്രതികരിക്കും എന്ന് തീരുമാനിക്കുന്നത്. പലർക്കും പണം എന്നത് ഒരു അസ്വസ്ഥമായ വിഷയമാണ്. പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറ്റബോധം, പേടി, ലജ്ജ ഇവ ഉയർന്നു വരും. പണം മോശമാണ്, പണം മനുഷ്യനെ അഹങ്കാരിയാക്കും, ആത്മീയരായവർ പണം തേടരുത് എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങൾ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. ഈ വിശ്വാസങ്ങളെ പോവർട്ടി കോൺഷ്യസ്നസ് എന്ന് വിളിക്കാം. ഈ ചിന്താധാരയിൽ വളർന്നവർക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോൾ പോലും അത് ഒരു അസ്വസ്ഥതയായി അനുഭവപ്പെടും. ഈ പോവർട്ടി കോൺഷ്യസ്നസ് പലപ്പോഴും ബാല്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നമുക്കിത് വാങ്ങാൻ പണമില്ല, പണം മരത്തിൽ കായ്ക്കില്ല, സമ്പന്നരെല്ലാം മോശം ആളുകളാണ് എന്നിങ്ങനെയുള്ള വാചകങ്ങൾ കുട്ടിയുടെ മനസ്സിൽ ഒരു ചിത്രം വരയ്ക്കുന്നു. പണം അപൂർവവും അപകടകരവും ആണ് എന്ന ചിത്രം. പിന്നീട് അവൻ വളർന്നാലും ഈ ചിത്രം ഉള്ളിൽ തുടരുന്നു. അതുകൊണ്ടാണ് പണവുമായുള്ള നമ്മുടെ ബന്ധം പരിശോധിക്കാതെ സമൃദ്ധിയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. സമൃദ്ധിയെ ഒരു മാനസിക പ്രവാഹമായി കാണാം. ജീവിതം നൽകാൻ തയ്യാറാണ്, പക്ഷേ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണോ എന്നതാണ് ചോദ്യം. എനിക്ക് മതിയാകുന്നില്ല, എനിക്ക് അധികം വേണമെന്ന് പറയാൻ അവകാശവുമില്ല. ഈ ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ ജീവിതം നൽകുന്ന കാര്യങ്ങൾ പോലും നാം തള്ളിക്കളയും. സമൃദ്ധി സ്വീകരിക്കാൻ ആദ്യം നമ്മൾ അർഹരാണ് എന്ന ബോധമുണ്ടാകണം. അവിടെയാണ് അഫർമേഷൻസ് വീണ്ടും ശക്തമായി ഇടപെടുന്നത്. പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ഉള്ളിലെ സംഭാഷണം മാറ്റാതെ പുറത്തെ അവസ്ഥ മാറില്ല. പണം ലഭിക്കുന്ന ഒന്നാണ്, ജീവിതം എന്നെ പിന്തുണയ്ക്കുന്നു, എനിക്ക് സമൃദ്ധി സ്വീകരിക്കാൻ അർഹതയുണ്ട് എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ വെറും ആശ്വാസവാക്കുകളല്ല. അവ നമ്മുടെ ഉള്ളിലെ പോവർട്ടി കോൺഷ്യസ്നെസ്സിനെ പതിയെ അഴിച്ചുമാറ്റുന്ന ഉപകരണങ്ങളാണ്. ഇവിടെ വിജയം എന്ന ആശയത്തെയും പുനർവ്യാഖ്യാനിക്കുന്നു. വിജയം സമൂഹം നിർവചിക്കുന്ന ഒരു പദവിയല്ല, അത് ഉള്ളിലെ സമാധാനവും സ്വയം അംഗീകാരവും ചേർന്ന ഒരവസ്ഥയാണ്. ചിലർക്ക് വലിയ സമ്പത്തുണ്ടായിരിക്കാം, പക്ഷെ ഉള്ളിൽ ശൂന്യതയും പേടിയും ഉണ്ടാകാം. അങ്ങനെയുള്ള വിജയം യഥാർത്ഥ വിജയമല്ല. യഥാർത്ഥ വിജയം എന്നത് നമ്മൾ നമ്മളായിരിക്കാൻ സുരക്ഷിതമായി തോന്നുന്ന അവസ്ഥയാണ്. നമ്മൾ പലപ്പോഴും വിജയത്തെ പേടിക്കുന്നു. പരാജയം പേടിക്കുന്നത് പോലെ തന്നെ വിജയം പേടിക്കുന്നവരും അനവധിയാണ്. കാരണം വിജയം വന്നാൽ നമ്മൾ നമ്മളെ കൂടുതൽ തുറന്ന് കാണിക്കേണ്ടി വരും. ഉത്തരവാദിത്തം വർദ്ധിക്കും, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശക്തമാക്കും. ഞാൻ ഇതിന് തയ്യാറല്ല എന്ന വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ വിജയത്തെ തടയും. സെൽഫ് വർത്ത് എന്ന ആശയം ഇവിടെ വീണ്ടും മുന്നോട്ട് വരുന്നു. നമ്മൾ നമ്മളെ എത്രത്തോളം വിലമതിക്കുന്നു എന്നതാണ് ജീവിതം നമ്മെ എത്രത്തോളം പ്രതിഫലിപ്പിക്കും എന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ നമ്മുടെ സമയത്തെ, കഴിവിനെ, പരിശ്രമത്തെ വില കുറച്ച് കാണുമ്പോൾ ലോകവും അതേ രീതിയിൽ പ്രതികരിക്കും. സ്വയം ബഹുമാനം ഒരു അഭ്യാസമാണ്. അത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നില്ല. പക്ഷേ ഓരോ ദിവസവും നമ്മൾ നമ്മളോട് പറയുന്ന വാക്കുകളിലൂടെയാണ് അത് വളരുന്നത്. ഗിവിംഗ് ആൻഡ് റിസീവിംഗ് എന്ന ആശയവും ഇതിൽ വിശദീകരിക്കുന്നു. സമൃദ്ധി ഒരു വഴിയിലൂടെ മാത്രമുള്ള പ്രവാഹമല്ല, നൽകാനും സ്വീകരിക്കാനും ഒരുപോലെ തയ്യാറാകുമ്പോഴാണ് അത് നിലനിൽക്കുന്നത്. പലർക്കും നൽകാൻ എളുപ്പമാണ്, സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് വേണ്ട, അതെനിക്കുള്ളതല്ല എന്ന പ്രതികരണം. സ്വീകരിക്കാൻ കഴിയാത്തത് സെൽഫ് വർത്തിൻ്റെ കുറവിൻ്റെ അടയാളമാണ്. സ്വീകരിക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ ജീവിതത്തോട് പറയുകയാണ്, എനിക്ക് ലഭിക്കാൻ അർഹതയുണ്ട് എന്ന്. സമൃദ്ധി എന്നത് ബാങ്ക് അക്കൗണ്ടിലെ സംഖ്യ മാത്രമല്ല, അത് ചിന്തകളിലെ സ്വാതന്ത്ര്യമാണ്. പേടിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന മനസ്സാണ്. ജീവിതം നമ്മെ പിന്തുണയ്ക്കുന്നു എന്ന ആന്തരിക വിശ്വാസമാണ്. ഈ ബോധം വന്നാൽ പുറത്തെ സമ്പത്ത് സ്വാഭാവികമായി അനുഗമിക്കും. വളരെ ലളിതവും ശക്തവുമായ സത്യത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. സൗഖ്യം ഒരു ലക്ഷ്യമല്ല, ഒരു ബന്ധമാണ്. നമ്മളും തമ്മിലുള്ള ബന്ധം. സ്വയം സ്നേഹവും അംഗീകാരവുമാണ് ഈ യാത്രയുടെ അടിത്തറ. ജീവിതം പൂർണ്ണമായും നിയന്ത്രിക്കാനാകില്ലെങ്കിലും അതിനെ എങ്ങനെ അനുഭവിക്കണം എന്നത് നമുക്ക് തിരഞ്ഞെടുക്കാം. പൂർണ്ണതയല്ല, സത്യസന്ധമായ ശ്രമമാണ് വേണ്ടത്. ഓരോ ദിവസവും സ്വയം സ്നേഹത്തോടെ സമീപിക്കുമ്പോൾ സൗഖ്യം സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരും. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.